ഇംഗ്ലീഷ് മലയാളം SDA പള്ളിയിൽ കരിക്കം പള്ളിയിൽ ഇവിടെ കാണും. നാളെ 9 മണിക്കുണ്ട്. എല്ലാ കുട്ടികൾ ആ പ്രോഗ്രാമിന് വേണ്ടി പോകണമെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ബി പ്രിപ്പയർഡ് ടു ഗോ ദെയർ ടുമോറോ at 9 AM. അടുത്ത ആഴ്ച ഓഗസ്റ്റ് 23 ഒരു കോട്ടേജ് പ്രെയർ മീറ്റിംഗ് കാണും. ഈ കോട്ടേജ് പ്രെയർ മീറ്റിംഗ് പാസ്റ്റർ KC വർഗീസിൻ്റെ റെസിഡൻസിൽ കാണും. എല്ലാ സഭാവിശ്വാസികളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. 3:30 ഇറ്റ് വിൽ ബി at 3:30 PM at പാസ്റ്റർ KC വർഗീസ് ഹോം. എല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു അപ്പോയിൻമെൻറ്റ് മറക്കാതെ വരണം. ഓഗസ്റ്റ് 30 പാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാണും. അടുത്ത ഈ ആഴ്ച കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 30 അതിനു വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. പാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. ഓഗസ്റ്റ് 27 കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്ത പോലെ ഡിവിഷൻ വൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ മീറ്റിംഗ് കാണും. നമ്മുടെ യൂണിയൻ ഓഫീസേഴ്സ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പാണ്. സോ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യൂണിയൻ്റെ മാത്രമല്ല, ഡിവിഷനിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ പൊസിഷൻസിന് വേണ്ടിയും അവർ തിരഞ്ഞെടുപ്പ് നടത്തും. ഓഗസ്റ്റ് 27 തൊട്ട് 30 വരെയാണ് ഈ മീറ്റിങ്സ്. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. We have a few prayer requests. പാസ്റ്റർ അരവിന്ദ് ആഷേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. പാസ്റ്ററിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. പാസ്റ്റർ അരവിന്ദ് ആഷേ, ഈ അപകടം ഈസ് എ വെരി പെയിൻഫുൾ ആക്സിഡൻറ്റ്. നമ്മൾ ഇത് മറന്നു പോകരുത്. വി ഷുഡ് ഓൾവേസ് പ്രേ ഫോർ പാസ്റ്റർ അരവിന്ദ് ആഷേ. Number 2, we have our regular members. Please pray for Elder RGS Joel and Mrs. Shantama Joel. Please remember Mrs. Mary Scaria. We must pray for Mrs. Cicely John, Mrs. Cicely Daniel, and Chalaya Auntie. And also we must pray for someone I missed in this list. Yeah, we must pray for Dr. Vara Prasad. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഈ ലൗറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ക്യാൻസറാണ്. ഇച്ചിരി ഡൗണായി വരിക. നമ്മൾ പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷയുണ്ട്. All right, at this time I'm happy to welcome a visitor who's in our church. I'd like to welcome Mr. Jibu. Mr. Jibu is none other than Mrs. Glory Babukutti's son and Mr. Babukutti's son. We are very happy that you could be here in our church. May God bless you as you worship him today. And I'd like to once again say that let us pray for all our elders and our young children and our church, especially as we are living in times that are not easy. Let's bow our heads for a word of prayer. Our loving Father, this morning as we worship you, we pray that your presence will be with us. Help us to be able to commune with you. We pray for the speaker of the hour. We believe that your Holy Spirit will be with him. Thank you so much for hearing our prayers. We pray this in Jesus' precious name. Amen.
Shall we all rise? The Son unto the Holy Ghost, as it was in the beginning, it's now and ever shall be, world without end. Amen. Amen. Heavenly Father, we humble ourselves and come to thy throne of grace. We ask for your presence to be among us. Anoint my lips, O Lord. As we meditate upon your words, may you increase and I may decrease. All this we ask in thy mighty name. Amen. For our opening song, let's all turn our hymn books to hymn number 478. 478, Sweet Hour of Prayer. Sweet Hour of Prayer, 478. Let's all rise as we sing. Sweet hour of prayer, sweet hour of prayer, that calls me from a world of care, and bids me at my Father's throne make all my wants and wishes known.
വായിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏവർക്കും മുഴങ്കാലുകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ദിനംതോറും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ശബദിൻ്റെ അനുഗ്രഹത്താൽ കർത്താവെ അടിയങ്ങളിലൂടെ കൂട്ടിവരിച്ച കൃപകൾക്കായി സ്തോത്രം. പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ഒരിക്കൽ കൂടി ശബദിൽ വന്ന് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളിലും കർത്താവ് അടിയങ്ങൾക്ക് നല്ലവനായിരുന്നുള്ളൂ. അടിയങ്ങളുടെ ഓരോ നിമിഷമുള്ള പ്രവർത്തനത്തിൽ അങ്ങയുടെ കൃപ, കരുണ, കാവലുണ്ടായിരുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി, കരുണയ്ക്കായി അടിയങ്ങൾ യാചിക്കുന്നു. ദിനംതോറും അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ യാചനകളുമായി കടന്നു വരുമ്പോൾ അടിയങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്തപ്പച്ച. കർത്താവെ, പൂർണ്ണ ആരോഗ്യത്തോട് സന്തോഷത്തോട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന ഈ സമയത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ അടിയങ്ങൾ ദുഃഖത്തിലും പ്രയാസങ്ങളും പല പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുതൽ തന്നു സന്തോഷത്തോട് കർത്താവെ അങ്ങയെ വീണ്ടും മഹത്വപ്പെടുത്തുവാൻ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. താവേയുടെ മുട്ടുമടക്കിയിരിക്കുന്ന ഓരോരുത്തരെയും തിരുക്കറിൽ നിന്നതാ അവരെ എല്ലാ ആഗ്രഹങ്ങളെന്നും അവരെ മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രയാസങ്ങൾ, പല ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം അതെല്ലാം ഉയരത്തിൽ നിന്ന് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പച്ച. അടിയങ്ങളുടെ സഹോദരങ്ങൾ പലരും കർത്താവെ ദുഃഖത്തിലും രോഗത്തിലും ദുഃഖത്തിലുമായി ഭവനങ്ങളിലും ആസ്പത്രിയിലുമായൊക്കെ കഴിയുന്നപ്പച്ച അവരെല്ലാം ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ നീട്ടി സൗഖ്യവും സമാധാനവും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾ ഓരോരുത്തരെയും പേരായി അങ്ങയുടെ കൃപയിൽ പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അവർ തുടർന്നുള്ള ആഴ്ചകളിൽ ദേവാലയത്തിൽ വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കോണം കർത്താവെ അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. അവർക്ക് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. അവരെ ഓരോരുത്തരെയും അങ്ങ് കൃപയിൽ പൊതിയുമാറാകണമേ. വിശേഷിച്ച് കർത്താവെ, പാസ്റ്റർ അരവിന്ദനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരിക അവസ്ഥകളാൽ കർത്താവെ ഭവനത്തായിരിക്കുന്നുള്ളൂ. നിന്റെ കൃപയിൽ പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. വേണ്ടുന്ന കൃപകളാൽ നിറയ്ക്കുമാറാകണമേ. എത്രയും പെട്ടെന്ന് കർത്താവെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിന്റെ വേലയിൽ വ്യാപൃതനാകുവാൻ തക്കൊണ്ട് നിന്റെ മകനെ അനുഗ്രഹിക്കണമേ, അതിനുവേണ്ടി പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങാടിയങ്ങൾക്ക് എപ്പോഴും നല്ലവനെന്ന് അറിയുവാൻ ഞങ്ങൾ കഴിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഞങ്ങളുടെ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ കൃപയിൽ പൊതിയുമാറാകണമേ. കർത്താവെ, അടിയങ്ങൾ ദൈനംദിനം കർത്താവെ ഞങ്ങളുടെ വചനങ്ങളെ പഠിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ശബദിൽ തോറും അങ്ങേ ആരാധിപ്പാൻ തക്കൊണ്ടും ദേവാലയത്തിൽ കടന്നു വരുവാൻ അങ്ങേയുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ അതും പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വചനം സംസാരിക്കുന്ന റൂബി വർക്കീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ കുരിശിൻ്റെ മറവിൽ മറിഞ്ഞു നിന്നുകൊണ്ട് കർത്താവേ അടിയങ്ങൾക്കിന്ന് കേൾക്കുവാൻ നല്ലൊരു വചനത്തെ വിർദാനം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം സംസാരിക്കുവാൻ നിൻ്റെ മകനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. നിൻ്റെ മകനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ പുതിയുമാറാകണം. ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളുള്ള പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച ദൈനംദിന എല്ലാ ആഴ്ചയിലും ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ പിന്നെ ശക്തീകരിക്കണമേ. രോഗത്തിലും പ്രയാസങ്ങളൊക്കെ ആയിരിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. പാപനത്തെ മുറ്റമായി തിരുക്കറിയുന്നത് അങ്ങയുടെ കൃപയിൽ പുതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ മുറ്റമായും തിരുക്കറിയുന്നത് അടിയങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കൃപയിൽ പുതിയുമാറാകണമേ, ആവശ്യമുള്ള കൃപകളാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ ഓരോരുത്തരെയും ഞങ്ങളുടെ കൃപയിൽ പുതിയുമാറാണ്. കർത്താവെ ഇവിടുന്ന് കിട്ടുന്ന ഊർജ്ജം അടുത്തൊരാഴ്ചക്കാലത്തേക്ക് അടിയങ്ങളെ ശക്തീകരിപ്പാൻ, ബലപ്പെടുത്തുവാൻ, അടിയങ്ങളെ വഴി നടത്തുവാൻ, അത് ഉപയോഗിക്കുവാൻ തക്കോണം കർത്താവെ അടിയങ്ങളെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ച കുറവെങ്കിൽ കൂടുതൽ നന്മകളാൽ നിറയ്ക്കുമാറാകണമേ. ചോദിച്ച കുറവെങ്കിൽ കൂടുതൽ നന്മകളാൽ നിറയ്ക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നെറ്റിമഞ്ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്ത് വൃക്ഷത്തെന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വരുമാനത്തിൻ്റെ ഒരംശം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കാനുള്ള സമയമാണ്. ദശാംശവും കൊണ്ടുവന്നിട്ടുള്ളവർ ആദ്യം മുന്നോട്ട് കൊണ്ടുവരികയും ശേഷം സഭാ കാണിക്ക സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഡീക്കന്മാരും സഭാ കാണിക്ക ദശാംശം ഇപ്പോൾ സ്വീകരിക്കുന്നതാണ്. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ.
ഫ്രം എവലിൻ കെയർബി ഓബി. The song I'll be singing is called Restored. In the early spring, in a grove of trees, a young man knelt to pray. For the world he knew was a world confused, and he wanted to know the way. Then a pillar of light descended, and the Father and Son appeared. When they spoke his name on that blessed day, the whole world changed. Now there is more light to shine the dark, and more hope to fill every heart, more truth to know God is there, and He will answer our prayers. More peace and strength in the storm, and more power to gather us all, more faith to lead us closer to Jesus our Lord. Oh, because His gospel was restored. In a troubled time, in a growing strife, if heaven seems so far, find a quiet place, put the world away, and ask with an open heart for the truth only God can give us, and the promise of joy and peace, and a time to come like the rising sun, when the whole world will see that there is more light to shine the dark, and more hope to fill every heart, more truth to know God is there, and He will answer our prayers. More peace and strength in the storm, and more power to gather us all, more faith to lead us closer to Jesus our Lord. Oh, because His gospel was restored. Oh, because His gospel was restored. Praise God from whom all blessings flow. Praise Him, all riches shall below. Praise Him above the heavenly host. Praise Father, Son, and Holy Ghost. Amen. സ്നേഹവാനടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, ദൈവമേ അങ്ങയുടെ അടുക്കിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ഈ ശബൽ തന്ന കൃപയ്ക്ക് സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം കൂടെ ഇരുന്നല്ലോ അടിയങ്ങളെ വഴി നടത്തിയ ദൈവമേ, നല്ല സന്ദർഭം അടിയങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു പ്രാർത്ഥിപ്പാനായി, നന്ദി പറവാനായി, സ്തോത്രം അർപ്പിപ്പാൻ, തിരുമുൾ കാഴ്ചകളുമായി തിരുസന്നിലേക്ക് വരുവാൻ ദൈവം തന്ന കൃപയ്ക്ക് സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങളെ പ്രസംഗസന്നിധിയിലിരിക്കുന്നു, സന്നിഭവത്തിലിരിക്കാൻ സഹായിക്കണമേ. കർത്താവെ, നടക്കുന്നതായ ആരാധന ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച്
വചനം സംസാരം ഞങ്ങളുടെ ദാസനോട് കൂടെ ഇരിക്കണമേ. എൻ്റെ മകനെ അവിടെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കാൻ സഹായിക്കണം. പരിശുദ്ധാത്മയെ സംസാരിക്കണമേ. വിഘ്നായ മോശയോട് സംസാരിച്ച ദൈവമേ എൻ്റെ മകൻ്റെ മേൽ സംസാരിക്കണമേ. അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പറഞ്ഞു നശിച്ച സമയം കൂടെ ഇരിക്കണമേ. മാനവമത്തോട് വരവനാവൊരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. All right, this morning I'm very happy to introduce to you the speaker of the hour. ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഹി ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ റോബി കെ വർഗീസ്. കഴിഞ്ഞ ആഴ്ച ഡിവൈൻ സർവീസിൽ ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. മിസ്റ്റർ റോബി കെ വർഗീസ് 1998 കൊട്ടാരക്കര SDA സ്കൂളിൻ്റെ alumni. He passed out high school in the year 1998, after which he went to do his pre-degree at St. Gregory's College. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷന് വേണ്ടി ലൗറി അഡ്വെന്റിസ്റ്റ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ടുഡേ he and his family are the members of Taunton SDA Church in England, and he's presently working as the admin of the NHS England. So he's settled in the UK, and we're happy that he could come back and visit his parents, Pastor Casey Vergis and his mother, and we're happy that he could be a part of our worship today. We're so thankful that Evelyn K. Robbie, thank you for that beautiful number. May God bless you as you sing and praise God wherever you go in your career. We also want to thank the family, like his wife who's being here. She's also a wonderful support to the church today, and we pray that you will be blessed by our worship today. Before Mr. Robbie speaks to us, we have a special number that will be rendered by Mr. Mohan Thomas. I'll request Mr. Mohan Thomas to share the message in song.
മുഴുവൻ നേടിയാലും നിന്നാത്മാവു നശിച്ചാലെന്തു ഫലം? ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. വരുവാനിരിക്കുന്നതൊന്നുമേ നമ്മൾ ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവു നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായെന്തു നൽകും നീ? പകരം വയ്ക്കാനുണ്ടുണ്ടീ ഭൂമിയിൽ. നിൻ സമ്പത്തു മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവു നശിച്ചാലെന്തു ഫലം? Happy Sabbath, all of you. I feel it as a great privilege for me to stand in front of you all and to share the Word of God. I want to thank especially the pastor of the church for giving me this opportunity, and also Daniel Gudisar for encouraging me last week to share the word for this week. Also want to thank the melodious voice of Brother Mohan Thomas and also my daughter for delivering such melodious messaging song for this Sabbath. Before I get into my message, I also want to thank the media team for presenting the video across the internet so that everybody could access to it. ഞാൻ പലപ്പോഴും ഈ ആരാധനാലയത്തിലെ പ്രസംഗങ്ങൾ രാവിലെ എഴുന്നേറ്റ് കേട്ടതിന് ശേഷം മാത്രമാണ് അവിടെ പള്ളിയിലേക്ക് പോകുന്നത്. So I'm a beneficiary. I want to thank them for their service. ഈ ദേവാലയത്തിലായിരിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ ആയിരിക്കുന്നത് എൻ്റെ അധ്യാപകരടങ്ങിയതായ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ഫീലിംഗ്. എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞുങ്ങളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് സ്നേഹം പ്രകടിപ്പിക്കുവാനും സ്നേഹം ലഭിക്കുവാനും ലഭിച്ചതായ ആ നല്ല അവസരത്തെയൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ സന്തോഷത്തെ
ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു പ്രത്യേക ഭാഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൻ്റെ അതിലെ ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് എ ഷിപ്പ് ജേർണി. ഒരു കപ്പൽ യാത്രയുടേതായ അനുഭവത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം ഇന്ന് തന്നിരിക്കുകയാണ്. നമുക്ക് ഈ സ്ലൈഡുകളിൽ കാണുവാൻ സാധിക്കും, ഈ യാത്ര ആരംഭിക്കുന്നത് ഫെയർ ഹെവൻസ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നിന്നാണ്. ആ കപ്പൽ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനം അത് റോമയിലേക്കാണ്. ഈ യാത്രയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി അതിലാദ്യമായി ഈ യാത്രയിൽ പരിചയപ്പെടുത്തുവാനുള്ളത് വളരെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബന്ധനത്തിലായിരിക്കുന്നതായ ഒരു മനുഷ്യൻ. ഈസ് എ പ്രിസണർ ബീയിങ് ടേക്കൻ ടു റോം. തടവ് അനുഭവിക്കുന്നതായ ഒരു തടവുകാരൻ, അത് അപ്പോസ്തലനായ പൗലോസാണ്. അദ്ദേഹത്തെ ഈ സൈന്യം, പട്ടാളക്കാര റോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായ ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ലെറ്റ് മീ ജസ്റ്റ് ആസ്ക് യു, ഒരു കപ്പലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കപ്പിത്താന. മറ്റാരൊക്കെ കാണും ഒരു കപ്പലിലെ പ്രധാനിയായിട്ടുള്ളത്? അതിൻ്റെ ക്രൂ കാണും. ഈ യാത്രയിൽ തടവുകാരെയും വഹിച്ചുകൊണ്ട് അതിലൊരു ശതാധിപൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ശതാധിപൻ, പട്ടാളക്കാരുടെ മേധാവി. പിന്നീട് ഈ കപ്പൽ ഒരു ചരക്ക് കപ്പലാണ്. അതിൻ്റെ ഒരു കപ്പൽ മുതലാളി ഇതിന് ഉണ്ട്. ഞാനിത് പറയുവാൻ താല്പര്യം, ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പായി പൗലോസ് അവരോട് പറയുകയാണ്. അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഈ യാത്ര മുന്നോട്ട് പോകരുത്. കപ്പലിന് മാത്രമല്ല, നിങ്ങൾ അനേർക്കും ജീവഹാനി സംഭവിക്കുവാനിടയുണ്ട്. ഡു യു തിങ്ക് ദേ ലിസൺ ടു ദാറ്റ് വേർഡ്? ഒരു തടവുകാരൻ്റെ ഈ വാക്ക് ഈ കപ്പിത്താൻ കേൾക്കുമോ? ഡു യു തിങ്ക്? നോ. കേവലം ഒരു തടവുകാരൻ്റെ വാക്ക് കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ഈ യാത്ര തുടരുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ഈ യാത്രയെ ഒരു ജീവിത യാത്രയായി, ജീവിതത്തിലെ ചില അവസ്ഥകളായി നമുക്ക് കാണുവാൻ കഴിയുമാറാകട്ടെ. ഈ യാത്രയുടെ ആരംഭത്തെക്കുറിച്ച് അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും, ദി സൗത്ത് വിൻഡ് ബ്ലൂ സോഫ്റ്റ്ലി ആൻഡ് they thought they obtained the purpose of journey. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ അവർ താല്പര്യം സാധിച്ചു പോയി എന്ന് തോന്നുന്ന അനുഭവം. എവറിത്തിങ് സീംസ് ടു ബി കംഫർട്ടബിൾ. അവർ ആ കപ്പലിൻ്റെതായ പായ കെട്ടിയതായ വശം അവർക്ക് പോകേണ്ടുന്നതായ വശമാണ്. അതിൻ്റെ കാറ്റ് തെക്ക് ദിശയിലേക്ക് അടിക്കുവാണ്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു പോയതായ അനുഭവം. They thought they will be reaching the destination. അവരുടെ ലക്ഷ്യസ്ഥാനത്ത് മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ എത്തിച്ചേരുമെന്ന് തോന്നിപ്പിക്കുന്നതായ ജീവിതത്തിൻ്റെ അവസ്ഥ. Everything seems to be comfortable. The wind blew exactly the direction that they wanted to sail. കപ്പൽ യാത്രയെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു യാത്രയുണ്ട്, ടൈറ്റാനിക് കപ്പലിൻ്റെ യാത്ര. When it started its journey, the captain felt everything is perfect about this ship. The propellers were working fine.
the electrical and mechanical systems were working fine. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ടൈറ്റാനിക് കപ്പല് അതിൻ്റെ പരമാവധി വേഗതയില്ല. It ran at a speed, maximum speed of the ship. 4-ാം നാൾ ഈ കപ്പൽ അതിൻ്റെ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ it was 3.5 hours earlier than the scheduled time. ആ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് 3.5 മണിക്കൂർ അത് നേരത്തെ തന്നെ ആ സ്ഥാനത്ത് ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരുപക്ഷെ ഈ ക്യാപ്റ്റൻ ചിന്തിച്ചിട്ടുണ്ടാകാം, ന്യൂയോർക്കിൽ അവരെ കാത്തിരിക്കുന്നവരെ അതിശയിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എവറിത്തിങ് സീംസ് ടു ബി കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നത്. ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഫേം, ബി കെയർഫുൾ നോട്ട് ടു ഫാൾ. നിങ്ങൾ നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു പോയിരിക്കുന്നു എന്ന് തോന്നുന്നതായ അനുഭവം. നമ്മുടെ യൗവനത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. എന്നാൽ അത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അതിൻ്റെ അടുത്ത വാക്യം നോക്കിക്കൊള്ളുക. But not long after, there arises a tempestuous wind called Euroclydon. അധികം കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന വലിയൊരു കാറ്റ് ഈ കപ്പലിന് എതിരായി സംഭവിക്കുകയാണ്. ഈശാന മൂലൻ കാറ്റ് അതിൻ്റെ ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് എ നോർത്ത് ഈസ്റ്റേർലി വിൻഡ്. വടക്ക് കിഴക്ക് ദിശയിലേക്ക്, തെക്കൻ കാറ്റിന് എതിരായ ദിശയിലേക്ക് ആഞ്ഞടിക്കുന്നതായ കൊടുങ്കാറ്റ് ഈ കപ്പലിന് വിരോധമായി സംഭവിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവർ കുടുങ്ങിപ്പോകുന്നതായ അനുഭവം. വാട്ട് ഹാപ്പൻ ടു ദെം? ദേ വെർ ഓൾ ഷാറ്റേഡ്. അവരുടെ കൈകൾ കൊണ്ട് ഈ കപ്പലിൻ്റെ പായെ നിലനിർത്തുവാൻ സാധിക്കാതെ അവരൊക്കെയും കുടുങ്ങി കൈവിട്ട് പാറിപ്പോകുന്നതായ അനുഭവം. ദാറ്റ് ഈസ് എ ഷാറ്ററിങ് എക്സ്പീരിയൻസസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളിലായിരിക്കാം, നമ്മുടെ ആരോഗ്യത്തിലായിരിക്കാം, നമ്മുടെ സാമ്പത്തികത്തിലായിരിക്കാം. ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി അറിയാത്തതായ അനുഭവം. തെക്കൻ കാറ്റിന് വിരോധമായി ഈശാന മൂലൻ എന്ന കാറ്റ് അവരെ ജീവിതത്തെ പാറിപ്പറക്കുന്നതായ, കൈവിട്ടു പോകുന്നതായ ഒരു അനുഭവത്തിലേക്ക് നടത്തുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് കഴിയുവാൻ സാധിക്കും, the problem seems to be uncontrollable. They belong to a category of people who try to solve the problems by their own strength and intelligence. അവര് പ്രത്യേക ഒരു സ്വഭാവത്തിനുടമകളാണ്. സ്വന്തം ബുദ്ധിയാലും സ്വന്തം കഴിവുകൾ കൊണ്ടും പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ജനം. പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കൈക്കോപ്പുകളും കടലിൽ ഇട്ടുകളഞ്ഞു. ഒരു കപ്പൽ അത് ദാരുണമായ ഒരു കാറ്റിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അവർ എന്തായിരിക്കും സാധാരണയായി ചെയ്യാൻ തുനിയുന്നത്? എങ്ങനെ അതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും ടീച്ചറെ? അവർ ഭാരങ്ങളൊക്കെയും വലിച്ചെറിയുവാൻ തുടങ്ങും.
they began to lighten the ship. ആ കപ്പലിൽ ഭാരമായിട്ടുണ്ട കാര്യങ്ങളെല്ലാം വസ്തുക്കളൊക്കെയും കടലിൽ എറിഞ്ഞു കളഞ്ഞു. It must be disheartening for the owner of the ship to throw away all the cargoes. ഈ ദ്വീപിൽ നിന്നും ലോകത്തിൻ്റെ ക്രയവിക്രയ കേന്ദ്രമായ റോമിലേക്ക് ഈ ചരക്കുകളെ കൊണ്ടുപോയി അതിൽ നിന്നും ലാഭമുണ്ടാക്കുവാൻ ആഗ്രഹിച്ചതായ കപ്പലുടമ അതൊക്കെയും വെള്ളത്തിൽ എറിഞ്ഞു കളയുന്നതായ അവസ്ഥ. അവസാനമായി they also drop the tackling of the ship. കപ്പൽ കോപ്പും അത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞതായ അവസ്ഥ. This problem seems to be uncontrollable, and they began to throw all those heavy things in the ship. ഇത് ഈ യാത്രയുടെ ഒരവസ്ഥയാണ്. അവസാനമായി യാത്രയുടെ 4ാമത്തെ ഘട്ടത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ 20ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും നഷ്ടപ്പെട്ടു പോയി. After many days of not seeing the sun and the stars, they have lost hope of survival. ഇനിയും ഞങ്ങൾ ജീവിക്കും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയതായ ഒരു ജീവിതാനുഭവം. They are now into the deep sea. കാർമേഘ പടലങ്ങൾ വന്ന് മൂടി അവിടെ അന്ധകാരമല്ലാതെ അവർക്കൊന്നും തന്നെ കാണുവാൻ കഴിയുന്നില്ല. ഈ കൊടുങ്കാറ്റിൽ അവർ ഈ കപ്പലിൻ്റെ പല വശങ്ങളിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഈ വലിയ അന്ധകാരം അവരുടെ കാഴ്ചയിൽ മാത്രമല്ല അവരുടെ ഹൃദയത്തിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായ ഒരു അനുഭവം. മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ ഇനിയും ഇതിനെതിരായി പ്രവർത്തിക്കുവാൻ ആശ അറ്റതായ ഒരു അനുഭവം. They have lost hope of survival. 10 നാൾ പിന്നിട്ടിരിക്കുന്നു ഏകദേശം. ഇനിയും ഈ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് ആശയില്ല. ഈ യാത്രയുടെ ആരംഭത്തിൽ വളരെ ധൈര്യശാലിയായിരുന്ന ആ ശതാധിപനെയും കപ്പൽ മുതലാളിയെയും കപ്പിത്താനെയും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. They were all courageous. They were all able to make decisions. But now they have come to the lowness of life. ജീവിതത്തിൻ്റെ അന്ധകാര നിമിഷങ്ങളിലേക്ക് അവർ കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ വേദപുസ്തകത്തിൽ വേലിയേറ്റം വേലിയിറക്കവും സംഭവിച്ചതായ ആരെങ്കിലും നമുക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ? വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ അവിടെ നമുക്കൊരു ഏലിയാവിനെ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അതിയായ ശക്തി വ്യാപരിച്ചതായ ഒരു പ്രവാചകൻ, ദൈവത്തിൻ്റെതായ നടത്തിപ്പ് ജീവിതത്തിൽ അനുഭവിച്ചതായൊരു പ്രവാചകൻ നമുക്കെയും വായിച്ചിട്ടുണ്ട്. കെരീത് തോട്ടിലെ വെള്ളത്താലും കാക്കയാലും പോറ്റിയതായ ദൈവത്തിൻ്റെ പ്രവാചകൻ. ആ വെള്ളം വറ്റിയപ്പോൾ സറാഫത്തിലേക്ക് വിധവയിൽ നിന്നും ആഹാരം ഭക്ഷിപ്പാനായി ഇടയാക്കി. അവിടെ നിന്നും ശക്തി പ്രാപിച്ച് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തനായി നിന്ന് പ്രവചിക്കുവാൻ ഈ ഏലിയാവിനെ ദൈവം പ്രാപ്തനാക്കി. കർമ്മേലിൻ്റെ മരുഭൂമിയിൽ ഏതാണ്ട് 850ഓളം വരുന്ന ബാൽ അശേര പ്രവാചകന്മാർക്കെതിരെ സംസാരിക്കുകയും ദൈവത്തിൻ്റെ യാഗത്തെ ദഹിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം ശക്തനാക്കിയ ഒരു പ്രവാചകൻ. He was at the peak of his mission. ദൈവം ഏലിയാവിനെ ഏൽപ്പിച്ചതായ നിയോഗത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഒരു വാക്ക് കേൾക്കുന്നത്. ആഹാബ് രാജാവിൻ്റെ പത്നി രാജ്ഞി പറയുകയാണ്, നാളെ രാത്രിയിൽ നീ ഈ
ബാൽ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെയും ഞാൻ കൊന്നുകളയുന്നു. പ്രവാചകൻ ഈ വാക്ക് കേൾക്കുന്ന നിമിഷം ഭ്രമിച്ചുപോയി, അധൈര്യപ്പെട്ടു, ഭീരുവായി തീർന്നു. പിന്നീട് അവൻ ഓടുവാൻ തുടങ്ങുന്നു. ബാല്യക്കാരനുമായി ഓടി ബർഷേബയിൽ എത്തി. അവിടെ നിന്ന് മരുഭൂമിയിലേക്ക് ഒരു ദിവസം നീണ്ട യാത്ര. അവിടെ ആ ചൂര ചെടിയുടെ ചാര ഇരുന്ന ദൈവത്തോട് കരയുകയാണ്. ഇറ്റ് ഈസ് ഇനഫ്, ഇറ്റ് ഈസ് ഇനഫ്. ടേക്ക് മൈ ലൈഫ് അവേ, ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആൻസെസ്റ്റേഴ്സ്. ദൈവമേ, നീ എൻ്റെ ജീവനെ എടുത്താലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. നോക്കുക, ജീവിതത്തിൻ്റെതായി അന്തരം ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. കർമ്മേൽ പ്രതലത്തിൽ ധൈര്യശാലിയായി നിൽക്കേണ്ടുന്ന ഏലിയാവ് ഇപ്പോഴിതാ മരുഭൂമിയിൽ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ ജീവനെ എടുത്താലും. He became fragile, fearful, running away from life and wanting to die. ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഏലിയാവ്. A man who experienced the power of the Almighty has now become powerless. ദൈവത്തിൻ്റെ ശക്തിയെ അറിഞ്ഞതായ ഏലിയാവ് ഇപ്പോൾ ശക്തിഹീനനായി മരുഭൂമിയിൽ നിൽക്കുകയാണ്. A man who experienced the security of the Almighty have now become insecure. ദൈവത്തിൻ്റെതായ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിച്ചതായ ഏലിയാവ് ഇപ്പോൾ ഇതാ അരക്ഷിതാവസ്ഥയെ നേരിടുകയാണ്. A man who experienced the fellowship of the Almighty has now become lonely. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ച ഏലിയാവ് ഇതാ ഏകനായി തീർന്നിരിക്കുന്നു. A man who experienced life fulfillment has now become frustrated in life. ദൈവം ഏലിയാവിൻ്റെ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഈ നാളുകളിൽ അവൻ്റെ ജീവിതം നിരാശയായി തീർന്നു എന്ന് ഈ അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദിസ് ഈസ് ലൈഫ്. ഇതാണ് ജീവിതം. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം വ്യത്യസ്തമല്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു അവർ ഓൺ ലൈഫ്. 4 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു പോകുമെന്ന് തോന്നുന്നതായ നിമിഷങ്ങൾ. അതിന് വിരോധമായി ഈശാന മൂലൻ ആഞ്ഞടിച്ച് പാറിപ്പോകുന്നതായ അവസ്ഥ. സ്വന്തം ബുദ്ധിയാലും സ്വന്തം കഴിവുകളാലും കാര്യങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ. അനേക നാളുകളാൽ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഇനിയും രക്ഷപ്പെടുമെന്ന ആശ നഷ്ടപ്പെട്ടതായ അവസ്ഥ. They have lost hope of survival. അങ്ങനെ ആ കപ്പലിൽ എല്ലാവരും ആശയറ്റവരായി മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിമിഷങ്ങളിൽ ഒരു മനുഷ്യൻ, നാം ആദ്യമേ കണ്ടതായ ആ മനുഷ്യൻ, ആ പടകിൻ്റെ നടുത്തളത്തിലേക്ക് മുന്നോട്ട് വന്ന അവരോട് ഉദ്ബോധിപ്പിക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. Paul came into the middle of that ship and began to speak to them. ഇതെങ്ങനെ സാധിക്കും? ഇത്രയധികം നാൾ ഈ കപ്പൽ ചുരുക്കേണ്ടതായ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചതായ ഈ വ്യക്തി, പൗലോസിന്റെ ആകാരം നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മനുഷ്യനാണ്. ഹി ഹാസ് എ ഫീബിൾ ബോഡി. ഒരു ചട്ടുകാലിലുള്ളവനാണ്, തടവുകാരനാണ്. ഹൗ ക്യാൻ ഹി സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദോസ് ഹു ആർ ഇൻ ദി ഷിപ്പ്? അതിന് ചുരുക്കമായി പറയുവാണെങ്കിൽ
ദൈവശക്തിയാൽ സഞ്ചരിക്കുന്നതായ പൗലോസ് ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് എണ്ണി ജീവിക്കുന്നതായ പൗലോസ്. ഹീ ഈസ് എ ക്രിസ്റ്റഫോറസ് പേഴ്സൺ. ക്രിസ്തു വിജ്ഞാനിയനായിരുന്നില്ല പൗലോസ്, മറിച്ച് ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നതായ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. 22 വാക്യം നാം ഇന്ന് വായിച്ചു കേട്ടതുപോലെ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആർക്കും പ്രാണഹാനി സംഭവിക്കുകയില്ല. ഡു നോട്ട് ബി അഫ്രൈഡ്, ബി ഓഫ് ഗുഡ് കറേജ്. പൗലോസിന് എപ്രകാരം ഇത് പറയുവാൻ സാധിക്കും? എൻ്റെ ചിന്തയിൽ ഈ വാക്യങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ, പോൾ ന്യൂ ഹൂ ഹി ബിലോങ് ടു. നാം ആരാണെന്നും നാം ആരുടെ വകയാണെന്നും തിരിച്ചറിയുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇപ്രകാരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. He knew that he belonged to his God. ഈ വാക്യങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ ആ ദൈവത്തെ പൗലോസ് പരിചയപ്പെടുത്തി ഇങ്ങനെയാണ്: എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ചെങ്കടലിൻ്റെതായ അനുഭവം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കടലായ അനുഭവത്തിൽ കടന്നുകൂടുവാൻ കഴിയാത്തതായ, നീന്തിക്കടക്കുവാൻ കഴിയാത്തതായ ചെങ്കടൽ ഒരു വശത്തും, പിൻഭാഗത്ത് ഏറ്റുമുട്ടി തോൽപ്പിക്കുവാൻ കഴിയാത്തതായ സൈന്യം പിന്നിലും, ഓടി ഒളിക്കുവാൻ കഴിയാത്തതായ മരുഭൂമി ചുറ്റിലും കിടക്കുന്നതായ സന്ദർഭത്തിൽ ഇസ്രായേൽ ജനം അനുഭവിച്ചതും ഇതേ അവസ്ഥയാണ്. മരണം മുന്നിൽ കണ്ടു നിന്ന അവസ്ഥയിൽ ആ സമയം മോശയുടെ വാക്കുകൾ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, ദൈവത്തിൻ്റെ രക്ഷയെ ഇന്നു നിങ്ങൾ കാണും. ഈ ഇന്നു കണ്ട ഇസ്രായേൽ ഇനി മേലാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. ഈ അനുഭവിച്ചതായ ബാധയെ ഇനി മേലാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. മോശ ഇത് പറയണമെങ്കിൽ he also knew who he belonged to. നാം ആരാണെന്നും നാം ആരുടെ വകയാണെന്നും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ദുരന്ത സാഹചര്യങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. Paul knew he belonged to his God. എൻ്റെ ഉടയവനും എന്നെ ഞാൻ സേവിക്കുന്നവനുമായ ദൈവം. And he will take care of our life. ഞാൻ വായിച്ചതായ ഒരു ഭാഗത്തിൽ റോസ് കെന്നഡിയെക്കുറിച്ച് വായിക്കുവാൻ ഇടയായി. അമേരിക്കയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് കെന്നഡി കുടുംബം. അതിൽ 86 വയസ്സുള്ള റോസ് കെന്നഡി എന്ന മാതാവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു യുവ മാധ്യമ പ്രവർത്തക അവരുടെ മുമ്പാകെ ചെന്നു. ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ റോസ് കെന്നഡി അവരുടെ മനസ്സ് തുറക്കുകയാണ്. And she began to tell about her early days. അവരുടെ വളരെ സമ്പന്നമായ ഒരു ജീവിത ചുറ്റുപാടിൽ അവർ ജനിച്ചു. വളരെ ഉയർന്ന വിദ്യാഭ്യാസം, വളരെ ആദരണീയനായ ഒരു രാഷ്ട്രീയക്കാരനുമായി വിവാഹം നടന്നു. Her husband was the ambassador of America in the UK. അവരുടെ ഭർത്താവ് ലണ്ടനിൽ താമസിച്ചുകൊണ്ട് ജീവിച്ച അമേരിക്കയുടെ ഒരു അംബാസഡർ ആയിരുന്നു. അക്കാലത്ത് ഷീ ഹാഡ് വെരി ഫോൺ റിലേഷൻഷിപ്പ് വിത്ത് ദി ക്യൂൻ ഓഫ് ബ്രിട്ടൻ. രാജ്യമായും അടുത്തുള്ള ബന്ധം, വളരെയേറെ ബഹുമാനം ലഭിക്കത്തക്ക ജീവിതശൈലി, ഇതൊക്കെയും ലഭിച്ചതായ ഒരു വ്യക്തിയായിരുന്നു റോസ് കെന്നഡി. എല്ലാവരുടെയുമായ ആദരവും സ്നേഹവും ഒക്കെയുള്ളൊരു വ്യക്തി. എന്നാൽ ഒന്നിനു പുറകെ മറ്റൊന്നായി പല പല ദുരന്തങ്ങളിൽ കൂടി അവർ കടന്നു പോവുകയുണ്ടായി. അകാലത്തിൽ നഷ്ടപ്പെട്ട ഭർത്താവ്, അതിനുശേഷം അവരുടെ ആദ്യത്തെ മകൻ നല്ല കായിക ശേഷിയുള്ള ഒരു മകനായിരുന്നു, ജോസഫ് കെന്നഡി. അവന് പട്ടാളത്തിൽ വേല ചെയ്യുവാൻ ആഗ്രഹം, അപ്രകാരം പട്ടാളത്തിൽ ചേർന്നു. എന്നാൽ
ഒന്നാം ലോക മഹായുദ്ധത്തിൽ വെടിയേറ്റു മരണപ്പെട്ടു എന്ന വാർത്ത ഈ കുടുംബത്തെ ആകെ തളർത്തി. അതിന് ശേഷമുണ്ടായിരുന്നത് കാത്ലിൻ കെനഡി, വളരെ സമർത്ഥയായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അവൾക്ക് പൈലറ്റ് ആകുവാൻ ആഗ്രഹം. അങ്ങനെ ആ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ അവസാന മണിക്കൂറുകളിൽ ആ വിമാനം തകർന്ന് അവരും എരിഞ്ഞടങ്ങി. മൂന്നാമത്തെ വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയും, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി. ഈ ജോൺ എഫ് കെന്നഡിയെ അമേരിക്കയുടെ പാർലമെന്റ് രംഗത്ത് എത്തിക്കുവാൻ വേണ്ടി ഈ മാതാവ് വളരെയധികം കഷ്ടപ്പെട്ടു. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അവനെ അതിന് പ്രാപ്തനാക്കി, അവന് വേണ്ടിയ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തു. അവന് വിവാദങ്ങളിൽ സംസാരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് പരിശീലിപ്പിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമായിരുന്നു ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റായ നിമിഷം. എന്നാൽ ആ സന്തോഷം ഏറിയ കാലം നിലനിന്നില്ല. ഹി വാസ് ഓൾസോ ഫേറ്റലി അസാസിനേറ്റഡ് ബൈ എൻ അസാസിനർ. ടെക്സാസിലെ ഒരു പബ്ലിക് പരിപാടിയിൽ പങ്കെടുക്കവേ അവനും വെടിയുതിർന്ന് മരണപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. They had another son, Robert Kennedy. ജ്യേഷ്ഠൻ സഞ്ചരിച്ചതായ വഴിയെ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിനെ പങ്കെടുക്കുവാൻ നോമിനേഷൻ കൊടുക്കുന്നതായ അവസരത്തിൽ അവനും ഇതുപോലെ കൊല്ലപ്പെട്ടതായ അവസ്ഥ. ഇതൊക്കെ ഈ മാതാവ് ഈ യൗവനക്കാരിയായ മാധ്യമപ്രവർത്തകയോട് പറയുകയാണ്. ആ മാധ്യമപ്രവർത്തക ഈ അമ്മയോടൊപ്പം വേറൊരു മകളെയും കാണുന്നു, റോസ്മേരി കെന്നഡി. മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള മറ്റൊരു മകൾ ഈ അമ്മയുടെ അരികത്തിരുന്ന ഈ അമ്മ 86 വയസ്സുകാരി ഈ മകൾക്ക് കഞ്ഞി വാരി കൊടുക്കുന്നതായ അവസ്ഥ. ഇത് കണ്ട സങ്കടം സഹിക്കാതെ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ഹൗ കുഡ് യു സർവൈവ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് സച്ച് അട്രോസിറ്റീസ്? ജീവിതത്തിലെ ഈ ദുരന്തങ്ങൾക്ക് നടുവിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത്? ഈ അമ്മ പറഞ്ഞു, ഐ ബിലീവ് ഇൻ എ ഗോഡ് ഹു ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മൈ ലൈഫ്. ആമേൻ. എൻ്റെ ദൈവം എന്നെ കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാണ്, ആ കരുതലിൻ്റെ തണലിലാണ് ഈ മാതാവ് പിൽക്കാലമൊക്കെയും ജീവിച്ചത്. You know her biography, if you read, she went on to live up to 102 years. 102 വർഷങ്ങൾ വരെയും ജീവിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ഒരു സർവൈവിങ് ചൈൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ മാതാവിൻ്റെ ഫ്യൂണറലിൽ ഈ മകൻ പറയുകയാണ്, in the chaos of our family, my mother stood at the center of the storm, the anger of our family and the safe haven where we could all cling on to. താളടിയായി പോകുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങളുടെ അമ്മ ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിലാണ് നിന്നത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നങ്കൂരമായിരുന്നു ഞങ്ങളുടെ അമ്മ. ആ അഭയ കേന്ദ്രത്തിലാണ് ഞങ്ങളൊക്കെയും ആശ്രയിച്ചത്. വാട്ട് എ ടെസ്റ്റിമണി ഓഫ് എ വിമൻ ഹു ഈസ് മോർ കറേജിയസ് ആൻഡ് ഹു ഈസ് മോർ എ ബിലീവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുതലിനെയും ദൈവത്തിൻ്റെ ശക്തിയെയും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അമ്മ. പൗലോസ് ഈ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകല്ലോ, ബി ഓഫ് ഗുഡ് കറേജ്. കപ്പലിനല്ലാതെ മറ്റൊന്നും തന്നെ ആപത്ത് സംഭവിക്കുകയില്ല. ഈ സംഭവത്തിൽ നമുക്ക് മറ്റൊരു ദർശനം കൂടി മനസ്സിലാക്കുവാനുണ്ട്. There's a second insight that we could learn from this incident. My God is not standing far away from my problem. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൂരത്തായി നിൽക്കുന്നവനല്ല. He is standing in the midst of my problems.
23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എന്തൊരു അനുഭവമാണിത്! നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ മധ്യേ നിൽക്കുന്നതായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നറിയുന്നത് എത്ര വലിയ അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ ആ കുരിശിലേക്ക് നടന്നു നീങ്ങിയതിൻ്റെ തലേനാൾ രാത്രി ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞതായ രാത്രിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരോട് യേശു അപേക്ഷിച്ചു. എന്നാൽ അവരൊക്കെയും ഉറങ്ങിപ്പോയി എന്ന് തിരിച്ചറിയുന്നതായ രാത്രി. ആ രാത്രിയിൽ കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തൻ്റെ പ്രിയ ശിഷ്യൻ അവനെ തള്ളിപ്പറയുന്നത് അനുഭവിച്ചതായ രാത്രി. അവൻ സ്നേഹിച്ചതായ മറ്റൊരു ശിഷ്യൻ അവനെ ഒറ്റിക്കൊടുക്കുന്നതായ രാത്രി. അവൻ അനുഭവിക്കുവാൻ പോകുന്നതായ പീഡയെ മുന്നിൽ കാണുന്നതായ രാത്രി. ഇത്രയധികം സംഘർഷങ്ങൾ കൂടി കടന്നുപോയതായ യേശു മരുഭൂമിയിലിരുന്ന് പിതാവിനോട് പറയുകയാണ്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അവൻ സഹിക്കുവാൻ പോകുന്നതായ നിന്ന, പരിഹാസം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ ഹൃദയം പ്രാണവേദന പോലെയായിത്തീർന്നു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി എന്ന് വേദപുസ്തകം പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അവനെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് അവന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. God sent an angel from heaven to strengthen him and to stand beside him. അവനെ ശക്തീകരിക്കുവാൻ ആ സംഘർഷഭരിതമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ആ യെരുശലേമിലേക്ക്, ആ ക്രൂശിലേക്ക് കർത്താവ് നടന്നു നീങ്ങി എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കപ്പൽ യാത്രികരുടെയും കപ്പിത്താൻ്റെയും തകർന്നുപോയ ജീവിത സാഹചര്യത്തിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ പൗലോസ് എഴുന്നേറ്റ് നിൽക്കുന്നത്, അവനെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അരികിൽ നിന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവനെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ നടുവിൽ നിന്നു. മൂന്നാമതായി ഒരു ദർശനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദുരന്തങ്ങളിൽ ദൈവത്തിന് വലിയൊരു പദ്ധതി, ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. അതിൻ്റെ അടുത്ത വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുന്നിൽ നിൽക്കേണ്ടതാകുന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതിനാകുന്നു. വാട്ട് ഈസ് ദി പ്രോസ്പെക്ട് ഫോർ പോൾ? ഈ പൗലോസിനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ? പൗലോസ് വെറും ഒരു തടവുകാരനാണ്. റോമയിൽ അവന് ആശയുള്ളതായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവൻ അവിടെ വിചാരണ ചെയ്യപ്പെടുവാനും കല്ലെറിയപ്പെടുവാനും തുറങ്കിൽ ജീവിപ്പാനും കൊലക്കേറിൽ അവസാനിക്കാനും വിധിക്കപ്പെട്ട ഒരുത്തനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, പൗലോസേ, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാണ്. The account of Jesus was closed by the Roman government many years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ചരിത്രം അവർ അവസാനിപ്പിച്ചതാണ്. എന്നാൽ ഇതാ കൈസരും, റോമ ചക്രവർത്തിയായ കൈസറും റോമ ജനവും ഒക്കെയും ജീവിക്കുന്ന യേശുവിനെ വീണ്ടും കേൾക്കുവാൻ പോകുന്നത് ഈ പൗലോസിലൂടെയാണ്. അവൻ അവർക്ക് മുമ്പായി നിൽക്കും
എൻ്റെ കർത്താവ് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിക്കുന്നു. അവൻ യഹൂദൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ രാജാവാണെന്ന് അവരെ കേൾപ്പിക്കാൻ പോകുന്ന ദൗത്യം പൗലോസിലൂടെയാണ്. പൗലോസെ, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാവുന്നു. മറ്റൊരു ഉദ്ദേശം കൂടെ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. 24 വാക്യത്തിൽ നാം വായിക്കുമ്പം, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഓർത്ത് നോക്കിയേ, ഈ തടവുകാരന്, ഒരു വിലയുമില്ലാത്ത ഈ തടവുകാരനെ ദൈവം ഈ കപ്പിത്താനെയും ശതാധിപനെയും ഈ കപ്പലിൻ്റെ വേലക്കാരെയും പട്ടാളക്കാരെയും എല്ലാവരെയും ദാനമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കപ്പലിലുള്ള എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകൻ യേശുവാണെന്ന് അറിയുവാൻ പോകുന്ന നിമിഷമാണ് കടന്നു വരുന്നത്. ഡു യു നോ ഹൗ മെനി were there on that boat? ആ കപ്പലിൽ എത്ര പേരുണ്ടായിരുന്നു? ആ കപ്പലിൽ 260 പേര് ഉണ്ടായിരുന്നെന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവരൊക്കെയും ദൈവത്തെ അറിയുന്നത് ഈ അപ്പോസ്തലനിലൂടെയാണ്. there is a purpose. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നാം ചിന്തിക്കാത്തതായ, നാം മനസ്സിലാക്കിയിട്ടില്ലാത്തതിനപ്പുറമായി ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് എന്ന് ഈ സംഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. there is a purpose behind our tragedy. അവസാനമായി ഒരു ദർശനം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അതിൻ്റെ 25-ാമത്തെ വാക്യങ്ങൾ, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നു. ഐ ബിലീവ്. ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന വാക്കുകളാണ് ഈ 25-ാമത്തെ വാക്യങ്ങൾ. ദൈവം നമ്മോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ he is faithful to keep his promises. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഒരു ദൈവത്തെ ഈ സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ ദൈവം യാക്കോബിന് കൊടുക്കുന്നതായ ഒരു വാഗ്ദത്തം അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്നത്, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടന്നാൽ അവ അതിൻ്റെ മീതെ കടക്കുകയില്ല. നീ തീയിൽ കൂടി കടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല, നീ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആ വാഗ്ദത്തം ദൈവം പറഞ്ഞത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കിയേ. തീ ഇല്ലെന്ന് പറഞ്ഞില്ല, വെള്ളമില്ലെന്ന് പറഞ്ഞില്ല, നദികളില്ലെന്ന് പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലെ ഈ സകല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ കൈ പിടിച്ചു നടത്തും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ഉൽപ്പത്തിയുടെ അവസാന ഭാഗങ്ങളിൽ ആ വിശ്വസ്തതയെ യാക്കോബ് കാണുന്നു. വൃദ്ധനായ അവസ്ഥ, കണ്ണുകളെ അന്ധത ബാധിച്ചതായ അവസ്ഥ, മകനെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച നാളുകൾ. ഒരു ദിവസം അവൻ്റെ മുമ്പാകെ മകൻ യോസെഫും കൊച്ചുമക്കളും മനശ്ശെയും എഫ്രൈം അവൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ യാക്കോബ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നിന്നെ ഞാൻ കാണുമെന്ന് ചിന്തിച്ചതല്ല, കരുതിയതല്ല, എന്നാൽ നിന്നെയും നിന്റെ മക്കളെയും കാണുവാൻ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെതായ വാഗ്ദത്തം. നാം അസാധ്യമാണെന്ന് ചിന്തിക്കുന്നതായ കാര്യങ്ങളിൽ ദൈവത്തിന് നമ്മെ അത്ഭുതകരമായി നടത്തുവാൻ, പരിപാലിക്കുവാൻ സാധിക്കുമെന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നാം ജീവിതത്തിൽ അധൈര്യപ്പെടരുത്, നഷ്ടപ്പെട്ടവരായി ജീവിക്കരുത്. ദൈവം നമ്മെ കാത്ത് പരിപാലിക്കും. യേശു ശിഷ്യന്മാരുമായി ഉള്ള ജീവിതത്തെക്കുറിച്ച് യോഹന്നാൻ 14 രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അവിടെ യേശു ശിഷ്യന്മാർക്ക് നൽകുന്നൊരു വാഗ്ദത്തം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ അനാഥത്വം അനുഭവിച്ചതായ ശിഷ്യന്മാർ, അവരുടെ കൂടെ എന്നാളും ഉണ്ടാകുമെന്ന് കരുതിയതായ അവരുടെ നല്ല നാഥൻ അവരിൽ നിന്നും മാറ്റപ്പെട്ടതായ അനുഭവം. ആ അനുഭവത്തിൽ അവർ ജീവിക്കുമ്പോൾ അത് ഒരു വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. അതിൻ്റെ 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുന്നതായ അനുഭവം. ഇനിയും ഈ യെരുശലേമിലെ തെരുവുകളിലേക്ക് പോകുവാൻ ഞങ്ങൾക്ക് പേടിയാണ്, യഹൂദന്മാരെ ഞങ്ങൾക്ക് പേടിയാണ്, ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ ആശയ്ക്ക് വകയില്ല. അവർ വാതിലുകളെ അടച്ചു. വൈകുന്നേരമായി കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയില്ല, എല്ലാം അന്ധകാരമായി നിൽക്കുന്ന സമയം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു വന്നു അവിടെ മുമ്പാകെ നിന്നു, അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവൻ അവൻ്റെ കരങ്ങളും വിലാപ്പുറവും കാണിച്ചു. അത് കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. They rejoiced seeing their master. ശിഷ്യന്മാർ ഇത്രത്തോളം സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്യവും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അവിടെ രക്ഷകനെ കണ്ടെത്തിയ നാൾ അവരുടെ ജീവിതത്തിന് നിറം വന്നു, അവരുടെ ജീവിതത്തിന് ലക്ഷ്യം വന്നു. അവർ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരുടെ ജീവിതങ്ങളെ ഓടിത്തീർത്തു. ഇതാണ് ക്രിസ്തീയാനുഭവം. നാം ഇന്ന് ചിന്തിച്ച പോലെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, തെക്കൻ കാറ്റ് മന്ദമായി ഊകുന്ന സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ, അതിന് വിരോധമായി ഈശാന മൂലൻ വന്ന് ആഞ്ഞടിക്കുന്നതായ അനുഭവം, അവരുടെ സ്വന്തം ബുദ്ധിയാൽ പരിഹരിക്കുവാൻ കഴിയാത്തതായ സമയങ്ങൾ, ആശ അറ്റുപോകുന്നതായ സമയങ്ങൾ, ഇതിൻ്റെ മധ്യേ പ്രവർത്തിക്കുന്നതായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവൻ നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ ആപത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ നമ്മെ മുന്നോട്ട് നയിക്കും. അവൻ്റെ വിശ്വസ്തതയാൽ, though we are unfaithful, he is ever so faithful to us. ആ വലിയ ശക്തിയാൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. I'd like to thank Mr. Robbie K. Verghese for this beautiful and a very meaningful message. Not to fear, even though we are in the times of difficulties and storm. The story of Paul tells us how he put his faith in the Lord. Thank you for that wonderful message. To bring this service to a close, let's all stand and sing hymn number 528. Hymn number 528, A Shelter in the Time of Storm. After the song, I'll request Pastor Casey Verghese if you can lead us with the closing prayer and the benediction. Let's all stand. Today afternoon, we will not be having the Bible study, so please take note of that announcement. Hymn number 528, A Shelter in the Time of Storm. A
shelter in the time of storm. No fears alarm, no foes affright, a shelter in the time of storm. Mighty rock in the weary land, cooling shade on the burning sand, faithful guide for the pilgrim man, a shelter in the time of storm. The raging floods may round us be, a shelter in the time of storm. We find in God a safe retreat, a shelter in the time of storm. Mighty rock in a weary land, cooling shade on the burning sand, faithful guide for the pilgrim man, a shelter in the time of storm. O rock divine, O refuge dear, a shelter in the time of storm. Be thou our helper ever near, a shelter in the time of storm. Mighty rock in a weary land, cooling shade on the burning sand, faithful guide for the pilgrim man, a shelter in the time of storm. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്വനായ പിതാവേ, തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആരാധനയിൽ മന്ദമായി ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ മകനായി സ്തോത്രം. ഇത്രത്തോളം വചനം പങ്കിടുവാൻ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. മകനെയും കുടുംബത്തെയും ശുശ്രൂഷയൊക്കെ ദൈവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ ഏകാകികളല്ല, ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. കാര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായി ഞങ്ങളെക്കുറിച്ചുള്ള നിർണയം പൂർത്തീകരിക്കുന്നതായൊരു ദൈവമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നയോളം ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൽ തകർന്നു പോകാതെ ഞങ്ങളുടെ വിശ്വാസ കപ്പലിനെ ദൈവമേ നീ നയിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ജീവിതയാത്ര ഏത് കൊടുങ്കാറ്റ് വന്നാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ പടകിലുള്ളതിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ ആരാണെന്നും ഞങ്ങളെ നടത്തുന്ന ഞങ്ങളുടെ ഉടമസ്ഥൻ ആരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോക ജീവിത യാത്ര നയിക്കുവാൻ ദൈവമേ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കണം. കർത്താവേ, സഭയെ സ്കൂളിൽ നയിക്കുന്ന അവിടുത്തെ ദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായി തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കട്ടെ. മാനവും മഹത്വത്തോട് എടുക്കണം. കർത്താവെ, അടുത്ത ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് കാണുന്നവരെയും കർത്താവിൻ്റെ ആ ചിറകിൻ്റെ മറവ് ഞങ്ങൾ അണച്ചുകൊള്ളണമേ. സമ്പൂർണമായി സമർപ്പിക്കട്ടെ. യേശു മശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ ഞങ്ങളെ പ്രേക്ഷിപ്പിക്കാതെ ദോഷത്തിന് പിടിച്ചുകൊള്ളണമേ. തുടർന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയ കർത്താവേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. May the good Lord bless and keep you, whether near or far away. May you find